ഊട്ടിയിലെ തണുപ്പാണ് നീ പോണം. കിടുകിടാ വിറയ്ക്കും. മറ്റേ നമ്മുടെ ജമ്മു കാശ്മീരിലുണ്ടല്ലോ അതുപോലെ മഞ്ഞ് വീഴുന്നു അവിടെ. നമ്മുടെ ഡാഡി പിന്നെ ഇച്ചിരി കറക്കക്കാരൻ വന്നപ്പോഴെ തന്നെ പറഞ്ഞു നമുക്ക് ബാംഗ്ലൂർ വരെ ഒന്ന് പോകാം. വീട്ടിൽ ഇരിക്കത്തില്ല, അത് കറക്കത്തോടെ കറക്കാം. അത് മൂന്നാമത് പോയതല്ലോടാ, ബാക്കി കുറെ അടുത്ത് പോയിട്ടാ അവിടെ പോയത്. അതിന് ആർക്കാ ചിക്കൻ ബോക്സ്? ചിക്കൻ ബോക്സ് കാരണേ വെക്കേഷൻ മൊത്തം വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. അമ്മ പറഞ്ഞു, ഞാൻ അറിഞ്ഞ്. ഊട്ടി ബാംഗ്ലൂര് അച്ഛന്റെ കറക്കമൊക്കെ സ്വപ്നം കണ്ടതായിരിക്കും. ചുമ്മാ അടങ്ങിയിരിക്കും. വെല്ലടിച്ചു ആരാ നിങ്ങൾ ഈ 10ന്റെ വെക്കേഷൻ കഴിഞ്ഞ് 10ൽ ക്ലാസ്സിന് കയറുമ്പോഴേ ഈ CBSE സ്കൂളിൽ നിന്ന് മാറി സ്റ്റേറ്റിലോട്ട് വരുന്ന ഒരു കുട്ടിയില്ലേ, അതാണ് ഞാനിവിടെ. വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. ആർക്കും ഒരു മൈൻഡ് ഇല്ലല്ലോ. ഹലോ, നൈസ് ടു മീറ്റ് യു. ആരാ? ആരും മൈൻഡ് ചെയ്യാത്ത പറഞ്ഞേ. ആ ക്ലാസ്സിലെ ഒരു പെൺകൊച്ച് ഇടിച്ച് മൈൻഡ് ചെയ്യത്തില്ലേ? അന്തക്കുട്ടിയാണ് എന്തക്കുട്ടി. നല്ല കുണ്ടി. അല്ല, സാറിനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഒരു കാര്യമില്ലാതെ 2 മാസത്തേക്ക് പിള്ളേരെയൊക്കെ റോൾ മോഡൽ ആവാൻ വരുന്ന ഗസ്റ്റ് ലെക്ചറിനെ കണ്ടിട്ടില്ലേ? അതാണ് ഞാൻ. മക്കളെ, നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ പഠിക്കാൻ പോവാണേ. അപ്പൊ നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും ചോദിക്കാം, മനസ്സിലായോ? നമ്മൾ ആദ്യത്തെ പോർഷൻ ഒരാഴ്ച ഇരുന്ന് ടച്ചിരുന്ന് അങ്ങ് പഠിക്കാൻ പോവാം. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എത്ര വട്ടം, 100 വട്ടം ചോദിച്ചാലും ഞാൻ പറഞ്ഞു. ഇതൊക്കെ ചുമ്മാ താളവടിയാ. ആദ്യത്തെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ഉന്തിയും തള്ളി ഉണ്ടോ ഓണം വരെ ഇങ്ങനെ അവസാനത്തെ 2 മാസം കൊണ്ട് 10 ചാപ്റ്ററും പഠിപ്പിക്കും, റിവിഷനും എടുക്കും, എക്സാമും കൊടുക്കും, എല്ലാ പരിപാടിയും. നമ്മുടെ ഈ പഠന സിസ്റ്റം ഉണ്ടല്ലോ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയം കഴിയും. വല്ലാത്തൊരു സംഭവം തന്നെ അല്ലേ? രാവിലെ ക്ലാസ്, ഉച്ചയ്ക്ക് പ്രാക്ടീസ്, അങ്ങനെ ആക്കിയാൽ എന്ത്? അപ്പം തന്മാത്രകൾ തമ്മിലുള്ള അകലമാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിനകത്ത് ഹൈഡ്രജനകത്ത് എത്ര തന്മാത്രകളുണ്ട്? 2 തന്മാത്രകളുണ്ട്. 2 തന്മാത്ര. അല്ല, ഈ പുള്ളി പറഞ്ഞ ഈ തന്മാർത്ത എന്തോ ഇത്? തന്മാത്ര സിനിമ സൂപ്പർ കേട്ടോ. എടാ, നിനക്ക് CBSE വന്നോണ്ട് ഒന്നും പിടിക്കാൻ പറ്റാത്ത നീ എന്റെ പൊക്ക നോക്കി അങ്ങോട്ട് നോട്ടെടുക്കും. ഇത് ഏത് ലിപി? ഇത് എന്തോ എഴുതി വെച്ചേക്കുന്ന? കഴിഞ്ഞ വർഷത്തിലെ കഴിയശ്ശേരി മത്സരത്തിന് എനിക്കായിരുന്നു ഫസ്റ്റ്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് കിട്ടിയോണ്ട് ഞാൻ ഈ വർഷം മത്സരിക്കാനും പോയില്ല. ഇനി ഒരിക്കലും നീ മത്സരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവര് ഫസ്റ്റ് ഇട്ട് തന്നത്. എന്തായാലും അത് നല്ല തീരുമാനമാണ്. ബാക്കിയുള്ള കഴിവുള്ള പിള്ളേർ വരട്ടെ. എടി ഞാൻ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? നീ വന്നിട്ടിപ്പം 1 മാസം. അയ്യോ, 1 മാസമോ? അച്ഛന് ട്രാൻസ്ഫർ ആയി കേട്ടോ, ഞാൻ പോവാ കേട്ടോ. അതെന്താ? ഒരു കാര്യമില്ല, അഡ്മിഷൻ മേടിച്ചിട്ട് ലാസ്റ്റ് 1 മാസം കഴിയുമ്പോ TC മേടിച്ചോണ്ട് പോകുന്ന ആളെ കിടക്കും. എന്നാ അത് ഞാനാ, ഇപ്പൊ കണ്ടല്ലോ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ രാവിലെ അവനെ ഫ്രണ്ട് വന്നിരിക്കേ. അഖിൽ പ്രസാദും ഫ്രണ്ട് വന്നിരിക്കും. നിങ്ങൾ 2 പേരും ഫ്രണ്ട് വന്നിരിക്കും കേട്ടോ. ആ കണക്ക് കേട്ടോ. അപ്പോഴത്തേക്ക് വരാം. വെയിറ്റ്. എന്തെറ്റി സാർ, അവരെ 2നും ഫ്രണ്ട് എടുത്തിട്ട് എന്നെ എന്തിനാ ബാക്കിലോട്ട് മാറ്റിയത്? മോളെ, അത് അവരുടെ വീട്ടിൽ നിന്ന് പേരൻസ് വിളിച്ചായിരുന്നു. ഫ്രണ്ട് ഇതുപോലെ ഇരുത്തണം, ബാക്കി ഇരുന്ന് അവർ കേൾക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ തൽക്കാലത്തൊക്കെ ഫ്രണ്ട് ഇരുത്തിയ പിന്നെ നമുക്ക് റൊട്ടേഷനും ഇല്ലല്ലോ, അതുകൊണ്ട് ഫ്രണ്ട് ഇരുത്തിയ. എന്നാ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ വിളിപ്പിക്കാം, എന്നെ കൂടെ ഫ്രണ്ട് ഇരുത്തണം. നമ്മളത് 1 മാസം കഴിഞ്ഞിട്ട് വിളിപ്പിച്ചാൽ മതി. അതെന്തോ 1 മാസം കഴിഞ്ഞിട്ട്? ആദ്യത്തെ 1 മാസമായി ചാട്ടം മുഴുവൻ ഫ്രണ്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. 1 മാസം 1.5 മാസം കഴിയുമ്പോ പിന്നെ ഫ്രണ്ടിലും ഇരിക്കണ്ട, ബാക്കിലും ഇരിക്കണ്ട, എവിടെയും ഒന്നിരുന്നാ മതി. ഇതെന്തോടി കരിങ്കല്ല് കൊണ്ടുവല്ലോ നീ വന്നത്? ഇത്രയും വെയിറ്റ് ഒക്കെ പൊക്കിക്കൊണ്ട് വരാൻ? എടാ, മുഴുവൻ ബുക്കും മുഴുവൻ ടെക്സ്റ്റും മൊത്തം സാധനങ്ങളും കൊണ്ടോ ഞാൻ ഈ ബാഗിനകത്ത് കൊണ്ടുവന്നേക്കെന്ന് അറിയോ? ടൈം ടേബിൾ തന്നിട്ടില്ലയോ? അതനുസരിച്ചുള്ള ബുക്ക് കൊണ്ടുവന്നാ പോരെ? തുടക്കമില്ലയോ, എല്ലാം കൊണ്ട് വന്നതാ. തുടക്കത്തിലുള്ള ആവേശമേ ഉള്ളു, അവസാനമൊക്കെ ആവുമ്പളേ ഒരു ബുക്കും കൊണ്ടൊക്കെ ആയിരിക്കും പിന്നെ നീ വരുന്നത്. എടാ, നമ്മളിപ്പം 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് നല്ലപോലെ പഠിച്ചാൽ 10A+ കിട്ടും. അതിന് പ്രോപ്പറായിട്ട് പഠിക്കണം. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ?
7 to 8 അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാം നല്ല പോലെ റിവേഴ്സ് ചെയ്യും. അത് കഴിഞ്ഞ് 8 to 9 നമുക്ക് ഹോംവർക്ക് ഒക്കെ തന്നിട്ടില്ല, അത് കറക്റ്റായിട്ട് എഴുതും, അതെല്ലാം സെറ്റാക്കി വരും. 9 to 10 അതാണ് മെയിൻ സാധനം. നമ്മൾ അടുത്ത ദിവസം എന്താ പഠിപ്പിക്കുന്നതെന്നുള്ളത് ചിന്തിക്കും. ആ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കും. നമ്മൾ ചെറിയ പോയിന്റ്സ് ഒക്കെ കാണുമായിരിക്കും, നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവുന്ന സാധനങ്ങൾ അതൊക്കെ മനസ്സിലാക്കി വെക്കും. നാളെ നമ്മൾ ക്ലാസ്സിനൊത്ത് വരുമ്പോഴേ സാറിൻ്റെ അടുത്ത് പറയണ്ടായോ അതിനു വേണ്ടി. നീ കണ്ടില്ലേ എൻ്റെ ക്ലാസ്സിലെ പെർഫോമൻസ്? കണ്ടില്ലായിരുന്നു? അതാണ് അത്. നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് 10A+ നമുക്ക് കിട്ടും. ഈ പ്രോപ്പറിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് POOO. എടാ 9ാം ക്ലാസ് വരെയുള്ള പിള്ളേരെ പാസ്സാക്കണമെന്ന് നിയമം വന്നുകൊണ്ടാണ് നീ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. നീ ഡയലോഗ് അടിക്കും. മക്കളെ, എനിക്ക് ഗസ്റ്റ് ലെക്ചറായിട്ട് ടെമ്പററി ആയിട്ടുള്ള പോസ്റ്റ് ആയിരുന്നു, അതിൻ്റെ ടൈം കഴിഞ്ഞ്. അയ്യോ, ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്നോട്. ശോ, എനിക്ക് പോകാൻ തോന്നുന്നില്ല. എന്നാ ഒരു സത്യം പറയട്ടെ, എന്നെ ടെമ്പററി പോസ്റ്റ് മാറ്റി പെർമനന്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പെർമനന്റ് ആയിട്ടുള്ള സാറായിരിക്കും ഞാൻ. പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാവുന്ന പോലില്ല. ഞാനൊക്കെ എന്തിനാ പെർമനന്റ് ആക്കിയത്? ആ മാനേജ്മെന്റ് കണ്ടത് ഒരു ഇടി കൊടുക്കാൻ. ഗസ്റ്റ് ആയിട്ടിരുന്നപ്പം നമ്മുടെ ഫ്രണ്ടായിരുന്നു സാർ. ഇനി ഇവിടെ പെർമനന്റ് ആകുമ്പോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാവും. ഇങ്ങനെ ഗസ്റ്റ് ലെക്ചർ ആയിരിക്കുന്ന സമയത്തെ തോളൊക്കെ ഇടവും കൊടുക്കും മുട്ടാതിരും അങ്ങനെ പലതും കാണും. ഇപ്പൊ പെർമനന്റാ. നീ തോളൊക്കെ ഇടില്ലടാ, നീ തോളൊക്കെ ഇടില്ലടാ. കൈ കാണിക്കടാ, കൈ കാണിക്കടാ. നാളെ അച്ഛനെ അമ്മയെ വിളിച്ചോണ്ട് വന്നേക്കണം കേട്ടല്ലോ. മുഖം തേടി, മുഖം തേടി, മുഖം ഇതുപോലെയുള്ള പുള്ളിനോട്ടുണ്ടോ എനിക്ക് നോക്കണം. നീ എന്താ കൊണ്ടുവന്നോ? ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടല്ലോ. നീ നിക്ക്. What is our suspension? What is our suspension? കൈയാണ്